ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹോപ്പ് യു ഓൾ ആർ വെരി ഫൈൻ ആൻഡ് ഗോയിങ് ഓൺ വെൽ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് എല്ലാ ടേംസും അറിയാവുന്നത് കൊണ്ട്, അതേപോലെ തന്നെ കുറച്ച് പേരുടെയൊക്കെ സെമിനാറുകൾ കേൾക്കാൻ അവസരം ഉണ്ടായി. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മക്കൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെമിനാറിൻ്റെ ഫീഡ്ബാക്കും അവരവർക്ക് കൃത്യമായിട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനുള്ളത് എടുക്കാം, കളയാനുള്ളത് കളയാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഓൺലൈനിൽ എങ്ങനെ അഡ്വർടൈസ് ചെയ്യാം, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഓൺലൈൻ അഡ്വർടൈസിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടം വരയ്ക്കും നമ്മൾ യൂസ് ചെയ്തിരുന്നത് റേഡിയോ ആൻഡ് ടെലിവിഷനാണ്. നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല. ദാറ്റ് ഈസ് പഴയ കാലത്ത്, ചിലപ്പോൾ നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ പാരൻസിനടുത്ത് ചോദിച്ചാൽ മതി. കുറച്ച് കാലം കൂടി നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ടെലിവിഷൻ എന്ന് പറയുന്നത് വളരെ റെയറായിട്ടാണ് പല വീടുകളിലും ഉണ്ടായിരുന്നത്. ആൾക്കാരുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും കൃത്യമായിട്ട് ഉണ്ടാവുന്നൊരു സാധനം എന്താണെന്ന് റേഡിയോ ആണ്. റേഡിയോ ആണ് അന്നത്തെ ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ അറിവ് പകർന്ന ഒരു കാര്യം. അന്നത്തെ ന്യൂസായാലും അല്ലെങ്കിൽ അതിലുള്ള ഓരോ കാര്യങ്ങളും അതിൽ അവരിനെ എപ്പോഴും, ഓരോ ആൾക്കാരനെയും, റേഡിയോ യൂസ് ചെയ്യുന്ന ആൾക്കാരനെ എപ്പോഴും ലൈവായിരിക്കും. കാരണം അവർക്കറിയാം എന്താണ് ചിലപ്പോൾ എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ആൾക്കാരായിരിക്കാം. അവരിനെ അടക്കം ലൈവാക്കി വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അവരിനെ ഏറ്റവും കൂടുതൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഡെയിലി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരെ അറിവിലേക്ക് എത്തിച്ചേർന്നത് റേഡിയോ ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടെലിവിഷൻ എന്നുള്ള പറഞ്ഞ ഒരു കാര്യം എല്ലാ വീടുകളിലും എത്താനായിട്ട് തുടങ്ങിയത്. പിന്നെ അതിൻ്റെ എന്താ പറയുക, VCP, VCR, അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള പെരിഫറൽസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. എൻഹാൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ TV എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് TV, സ്മാർട്ട് TV, അതിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ ഒരു ഫോൺ ഉപയോഗിക്കുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് തന്നെ, അതേ ഒരു ഈസിനെസ്സോട് കൂടിയിട്ട് തന്നെ ഇന്ന് നമുക്കൊരു ടെലിവിഷൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ എന്താ പറയുക, ഈവൻ TV ചാനൽസിന് നമ്മൾ ഇൻ്റർനെറ്റിലൂടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു TVയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ ഈ സൗണ്ട് ആൻഡ് വിഷ്വൽ മീഡിയ ആൾക്കാരനെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പരസ്യങ്ങൾ എന്ന് പറയുന്നത്, എത്ര പേര് പരസ്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഓരോ കാലഘട്ടം അനുസരിച്ചാണ് പരസ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴാണ് കുട്ടികൾക്ക് ഈ പരസ്യങ്ങൾ, ഇത്രയധികം പരസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാവണമെന്നറിയോ? when they take advertising as their project. ഫൈനൽ ഇയറിൽ നമുക്കൊക്കെ ഒരു പ്രൊജക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ട് പിള്ളേർ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ്, കുട്ടികൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് അവർക്ക് അറിയുന്നത് ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എത്ര പരസ്യങ്ങളാണ് ഉണ്ടാക്കണമെന്നുള്ളത്. They create more than 3 or 4 advertisements at a time. അതിൽ ഏതാണോ ബെസ്റ്റ്, അല്ലെങ്കിൽ ഏതാണോ ഐക്കോണിക് ആയിട്ടുള്ളത്, ഏതാണ് കുറച്ചും കൂടിയും ജനങ്ങളിലേക്ക് ഒരു വൈഡ് റീച്ച് ചെയ്യാൻ പറ്റാവുന്നത് ഏതാണോ, ദാറ്റ് ദേ വിൽ സെലക്ട്.
അതിന്ന് ഒരു 2 seconds 3 seconds മാത്രമാണ് ടെലിവിഷനിൽ നമ്മൾ കാണുന്നത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള പരസ്യം കാണാനുള്ള ഒരു സാഹചര്യം എവിടെയാണ്? വെൻ യു ഗോ ഫോർ എ ഫിലിം, തിയേറ്റേഴ്സിലുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ കാണുക ഈ പരസ്യത്തിന് മുമ്പ് ഇത്രയും വല്ലാത്തൊരു കഥ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓഡിയോ ചാനൽസ് മാത്രമുള്ള റേഡിയോൻ്റെ കാലഘട്ടത്തിലും ഓഡിയോ വിഷ്വൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റും കളർ എഫക്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടെലിവിഷൻ്റെ കാലഘട്ടത്തിലും അഡ്വർടൈസിങ്ങിന് വലിയൊരു പങ്കുണ്ട്. നമുക്കറിയാം പരസ്യങ്ങളിൽ വരുന്നത് ഭൂരിപക്ഷം നുണയാണെന്നുള്ളത് അറിയാം. പക്ഷേ പരസ്യങ്ങൾക്ക് ഒരു പവറുണ്ട്. ദേ ക്യാൻ ട്രാൻസ്ഫോം തിങ്സ്. ഇന്ന് ഏറ്റവും കൂടുതൽ വാലിഡിറ്റി ഉള്ളത് ട്രാൻസ്ഫോർമേഷനാണ്. സോ ഹൗ ദേ ആർ ട്രാൻസ്ഫോമിങ്? എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ എന്ത് മാറ്റമാണ് മറ്റുള്ളവരിൽ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ പരസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എത്രത്തോളം നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുന്നുവോ അത്രയും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ആൾക്കാർക്ക്, ജനങ്ങളിലേക്ക് ഇത് എത്തിക്കഴിയും. അതേപോലെ തന്നെ ജനങ്ങൾ അപ്പോഴായിരിക്കും ആ പ്രോഡക്റ്റിന് ഒരു ലോയാലിറ്റി അവർക്ക് ഉണ്ടാവുള്ളൂ. പല പരസ്യങ്ങളും നമുക്കുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആലുക്കാസിൻ്റെ പരസ്യം. ഓക്കെ, ആലുക്കാസിൻ്റെ പരസ്യം അവർക്ക് 2-3 പരസ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. ഒന്ന് ദീപാവലിയുടെ സമയത്ത്. സോ നമ്മുടെ നാട്ടിൽ ദീപാവലിക്ക് അത്ര പ്രസക്തി ഇല്ല എന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലും, സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ദീപാവലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നാണ് നമ്മൾ പറയും. സോ ആ സമയത്ത് ഒരു പരസ്യം അവർ ഇറക്കും. അതേപോലെ തന്നെ കല്യാണ സീസൺ വരുമ്പോൾ ഏകദേശം നമുക്കറിയാം ഓരോ വർഷം ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുന്ന സമയം എപ്പോഴാണോ അതിനെ റിലേറ്റ് ചെയ്തൊരു പരസ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അക്ഷയ തൃതീയ. ഓക്കെ, എ വെരി ഗുഡ് ഡേ ഫോർ ബൈങ് ഗോൾഡ് എന്നുള്ളത് ഒരു കുറച്ച് കാലഘട്ടം മുമ്പൊക്കെ അക്ഷയ തൃതീയൊക്കെ ഉണ്ടായിരുന്നു. അന്നക്കാരെ സ്വർണം മേടിച്ചു വരുന്നത്. പക്ഷേ ഒരു പുതിയ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അക്ഷയ തൃതീയയുടെ അന്ന് നമ്മളൊരു ഗോൾഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം മുഴുവൻ നമുക്ക് വളരെ നന്നായിരിക്കും. ഒരു വാല്യുബിൾ തിങ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു പർച്ചേസിൻ്റെ ഗുണം ആ വർഷം മുഴുവൻ നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് വാട്ട് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ് they always do is they'll develop a concept and they create a need. Okay, ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക, ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യുക. ഒരു നീഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാണ്ടായി മാറും. ആൾക്കാർക്ക് അത് നിർബന്ധമായും അത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അത് എത്തും. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. ഇനി നമുക്കതിൽ വരുന്നത് അതേപോലെ തന്നെ ഒന്ന് എൻ്റെ മനസ്സിന് ക്ലിക്ക് ചെയ്ത ഒരു പരസ്യമാണ് കജോളിൻ്റെ, അലുക്കാസിൻ്റെ തന്നെ കജോളിൻ്റെ പരസ്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് ഈ കല്യാണ പെൺകുട്ടി എന്ന് പറയുന്നത് കജോളിൻ്റെ ഭയങ്കര ഫാനാണ്. ഓക്കെ, ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിക്ക്, കജോളിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ കുറേ പ്രാവശ്യം ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി എങ്ങനെയെങ്കിലും കജോളിനെ കല്യാണത്തിന് ക്ഷണിക്കണം, അവളുടെ കല്യാണ കത്തൊക്കെ അവൾ അയച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പോലത്തെ സാധാരണക്കാരുടെ അവിടേക്കൊക്കെ കജോൾ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ പോലും അവൾക്കുണ്ടായിരുന്നില്ല. സോ ദ ഡേ ഹാസ് കം. അവളുടെ കല്യാണ ദിവസം അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ നടക്കാൻ വയ്യാത്തൊരു കുട്ടിയാണ്, വീൽ ചെയറിലാണ്. ഓക്കെ,
സോ അവളുടെ വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്, കാരണം മകളുടെ കല്യാണം. ഷീ ഈസ് ഓൾസോ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ കല്യാണം എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ അവൾ കല്യാണ ഡ്രസ്സ്, കല്യാണ അപ്പാരൽസ്, ജുവൽസ് ഇതൊക്കെ ഇട്ട് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ്ലി ഒരു വിസിറ്റർ, അതല്ലാന്നുണ്ടെങ്കിൽ കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് ഒരു അതിഥി അവിടെ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ അതിഥി മറ്റൊരാളുമല്ല, നമ്മുടെ കഥയിലത്തെ നായിക തന്നെയാണ്, കജോളാണ് അവിടേക്ക് വരുന്നത്. ഓക്കെ, കജോൾ വന്നതോട് കൂടിയിട്ട് ഇവൾക്ക് പിന്നെ എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ, അവിടെയുള്ള ആൾക്കാരാകെ ഞെട്ടിയിട്ടാണ് ഇരിക്കണത്. കാരണം നോബഡി നോസ് ദാറ്റ് ഇവളും കജോളായിട്ടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ഇവൾക്ക് എത്രത്തോളം ഒരു ആഗ്രഹമുണ്ടെന്നുള്ളത് അവിടെയുള്ള ഒരാൾക്കും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ വിവാഹത്തിന് പങ്കെടുക്കാനായിട്ട് കജോൾ എന്ന് പറയുന്ന ഫിലിം ആക്ട്രസ് അവിടേക്ക് വരിക എന്നുള്ളത്, അതേപോലെ അവിടെ വന്ന് ഇവളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും, അവൾക്കും പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. രണ്ടുപേരും ടീയേഴ്സ് ഓഫ് ജോയ് അവിടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അവൾ നല്ലൊരു ഗിഫ്റ്റ് അവൾ കല്യാണപ്പെണ്ണിന് കൊടുക്കുന്നുണ്ട്. അതൊരു ജോയ് ആലുക്കാസിൻ്റെ ഒരു പരസ്യമാണ്, ഒരു എന്താ പറയുക, നമ്മുടെ മൈൻഡ് ടച്ചിങ് ആയിട്ടുള്ള ഒരു പരസ്യമാണ്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ എപ്പോഴും നമ്മൾ ടി വിയിൽ കാണുന്ന ദ സെയിം ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് അല്ല, നമുക്ക് അതിൽ മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഇപ്പോഴത്തെ നമ്മുടെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയുക ലൈസോളിൻ്റെ പരസ്യം, ഈവൻ ബാത്റൂം ക്ലീനേഴ്സിൻ്റെ പരസ്യം, ഹാർപ്പിക്കായാലും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതായാലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് വാഷ് ചെയ്യുന്നതായാലും എല്ലാ സാധനങ്ങളും 100% എല്ലാ വൈറസിനെയും കില്ല് ചെയ്യാനുള്ളതാണെന്നാണ് ഇപ്പോഴത്തെ അവരുടെ പരസ്യത്തിലെ ഓരോ വാചകവും. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറസ് അറ്റാക്കാണ് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പരസ്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. കാലഘട്ടത്തിനനുസരിച്ച്, ലോകത്തിലെ മാറ്റങ്ങളനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പരസ്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതാണ് അഡ്വർടൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ പോർഷനായിട്ടുള്ള ഓൺലൈൻ അഡ്വർടൈസിങ്ങിലേക്ക് കടക്കുന്നത്. ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ട് അല്ലേ? ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ചാനൽ കാണുമ്പോൾ നമുക്കപ്പോൾ ആദ്യം വരുന്നത് പരസ്യമായിരിക്കും. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഇനീഷ്യലി യു വിൽ ഗെറ്റ് ദി advertisement. So the video will be played after 5 seconds. അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ് വീഡിയോ. അങ്ങനെ പല ഓപ്ഷൻസും നമ്മൾ കാണാറുണ്ട്. ചിലത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിർബന്ധമായിട്ടും നമ്മൾ ആ പരസ്യം കാണേണ്ടി വരും. മേ ബി ഇറ്റ് വിൽ ബി ഫോർ 2 or 3 seconds. പക്ഷെ നിർബന്ധമായിട്ട് നമ്മൾ കാണേണ്ടി വരും, നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ വരാറുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ടി വിയിൽ കാണുന്നതിനേക്കാളും റേഡിയോയിൽ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ പരസ്യങ്ങൾ നമുക്ക്, ഈവൻ എന്തിനാ കൂടുതൽ പറയാൻ പോണേ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് തരുമ്പോൾ അടക്കം നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അടക്കം ചിലപ്പോൾ നമ്മുടെ ക്ലാസ് ഓരോ ടീച്ചേഴ്സിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഏതെങ്കിലും പരസ്യങ്ങളോട് കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മൾ കൊടുക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് പരസ്യങ്ങൾ കൊടുക്കുന്നത്, അപ്പോൾ ഓൺലൈനിൽ എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. സോ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാനർ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. Banner advertisements have been used for many years and are the most popular form of advertising on the web.
അപ്പോൾ ഇതിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ബാനർ അഡ്വർടൈസ്മെൻറ്റ്സ് ആർ എ ഗ്രാഫിക് ഓഫ് സം ടൈപ്പ്, അതായത് ഒന്നെങ്കിൽ ആനിമേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആനിമേറ്റഡ് എന്ന് പറയുമ്പോൾ .gif എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ജിഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ യൂഷ്വലി പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ഓർ അലോങ് ദി സൈഡ് ഓഫ് ദി വെബ് പേജ്. അപ്പോൾ അത് പല ഫോമിലും പല സൈസിലും പല ഡൈമെൻഷൻസിലും ഉണ്ടായിരിക്കാം. സോ മോസ്റ്റ്ലി ഇൻ ദ ഫോം ഓഫ് ഗ്രാഫിക്കലായിരിക്കും. ആ രീതിയിലാണ് ബാനർ അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നത്. ബാനർ അഡ്വർടൈസ്മെൻറ്റ്സിൽ നമുക്ക് കുറച്ച് മോഡലുകളുണ്ട്. ഒന്ന് കോസ്റ്റ് പെർ ക്ലിക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ പേ പെർ ക്ലിക്ക്. ഇത് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് പേ പെർ ക്ലിക്ക് എന്നുള്ളത്. is a form of internet marketing wherein the advertiser pay the search engine or the publisher of the ads whenever their ads are clicked. അവരുടെ ആഡ് ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പബ്ലിഷറിന്, ദറ്റ് ഈസ് പേ ദ സെർച്ച് എൻജിൻ, അതല്ലാന്നുണ്ടെങ്കിൽ പബ്ലിഷർക്ക് നമ്മൾ കൊടുക്കുന്ന, ദറ്റ് ഈസ് പേ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ദെൻ ഇതിലെ സെർച്ച് എൻജിൻസ് ലൈക്ക് ഗൂഗിൾ, യാഹൂ ആൻഡ് ബിങ് ഇത് ചാർജസ് ദി അഡ്വർടൈസേഴ്സ് എ ഫ്ലാറ്റ് റേറ്റ് ഫോർ ദ CPC or ലെറ്റ് ദം ബിഡ് ഫോർ പെയ്ഡ് ഇൻക്ലൂഷൻ. ചിലപ്പോൾ ഇത് ബിഡായിട്ടും അവർ തട്ടിക്കളയാറുണ്ട്. ദറ്റ് ഈസ് ബിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിമാൻഡ് ചെയ്യാം, ദിസ് മച്ച് വി ക്യാൻ പേ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഓരോ ക്ലിക്കിനും നമുക്ക് ഇത്ര പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പേ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനത്തെ ഒരു രീതിയാണ് ഇതിൽ പറയണത്. സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ഇംപ്രഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻസ്. അല്ലെങ്കിൽ 1000 ഇംപ്രഷൻസ് ആവുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ പെർ ഇംപ്രഷൻ, ഓരോ ഇംപ്രഷനും. കോസ്റ്റ് പെർ ഇംപ്രഷൻ means that the advertiser pays each time the advertisement appears on the publisher's page. നേരത്തെ പറഞ്ഞ പോയിന്റ് നമ്മൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. ഇതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ പബ്ലിഷേഴ്സിൻ്റെ പേജിൽ ഓരോ പ്രാവശ്യം ഈ അഡ്വർടൈസ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് പേയ്മെൻറ്റ്. ഓക്കെ, ദ മോസ്റ്റ് കോമൺ വേ ഓഫ് റെഫറിങ് ടു ദിസ് മോഡൽ is cost per mile or cost per 1000 impressions. അപ്പം മാക്സിമം നമുക്കറിയാം ഇത് ഏകദേശം എത്ര പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളിത് എത്രത്തോളം റീച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഹൗ മെനി ഇംപ്രഷൻസ് അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് അപ്പിയറിങ് ഓൺ ദി പബ്ലിഷേഴ്സ് പേജ്, അതിനാണ് നമ്മളിതിൽ വാല്യൂ കൊടുക്കുന്നത്. And next is CPA, that is cost per action. Another form of pricing is the CPA or the cost per action, which is also known as cost per conversion. രണ്ട് മെത്തേഡാണ് നമുക്കതിൽ വരുന്നത്. This is defined as the cost entailed to the advertiser based on the users performing a certain predefined action. So ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ it is common for any website to request users who click on ads and arrive on their home pages to sign up for their newsletters. നമ്മൾ ഏതെങ്കിലും ഒരു ഹോം പേജിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഓരോ പ്രാവശ്യം ന്യൂസ് ലെറ്റേഴ്സോ ഇമെയിൽസോ അതേപോലെ തന്നെ ന്യൂസ് ലെറ്റേഴ്സ് അതെല്ലാം നമ്മുടെ ഹോം പേജിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പരസ്യങ്ങൾ കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ആക്ഷനാണ് കോസ്റ്റ് പെർ ആക്ഷനിൽ നമുക്ക് വരുന്നത്. സോ ആ സമയത്ത് പരസ്യങ്ങൾ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കതിൽ പേ ചെയ്യേണ്ടി വരിക. പിന്നെ വരുന്നത് കോസ്റ്റ് പെർ ലീഡ് എന്നുള്ളതാണ്. So it is based on an action or a lead occurring after the click through. There are some important differences between them. എന്താണ് ആ ഡിഫറൻസസ് എന്നുള്ളത് നോക്കാം. CPA is usually determined based on elaborate transaction typically involving users
submitting their credit card information etc. സോ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെയോ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളെപ്പോഴാണോ സബ്മിറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ ബേസിക് ഫോം ഓഫ് പ്രൈസിങ് വെർ ദ ലീഡ് ഇസ് ഓൾ ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളിൽ എത്തിക്കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷുവർ ആയാലാണ്, പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിൽ ഷുവർ ആയാലാണ് വി വിൽ ഓൾവേസ് ഗിവ് അവർ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. Second one is floating advertisements ആണ്. ഫ്ലോട്ടിംഗ് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദീസ് അഡ്വർടൈസ്മെൻറ്റ്സ് അപ്പിയർ ഓൺ ദി വിൻഡോ ഓഫ് ദി യൂസർ. ഇതിൽ ദീസ് മേ ഫ്ലോട്ട് ഓർ സ്റ്റേ ഓൺ ദി വിൻഡോ ഫോർ എ സ്പെസിഫൈഡ് ടൈം. ഒരു പർട്ടിക്കുലർ ടൈം വരയ്ക്കും നമ്മുടെ വിൻഡോയിൽ ഇറ്റ് ഈസ് ഈ ഒരു പരസ്യം ഫ്ലോട്ട് ചെയ്തിട്ട് നിൽക്കും. അതിൽ ചിലപ്പോൾ ക്ലോസോ അതല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് ബട്ടൺസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് ആ പരസ്യം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. തേർഡ് വൺ ഈസ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങൾ വരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റർസ്റ്റിഷ്യൽസ് എന്നുള്ളതാണ്. സോ ഇൻറ്റർസ്റ്റിഷ്യൽസ് എന്ന് പറയുന്നത് ആർ ദി ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻറ്റർസ്റ്റിഷ്യൽസ് ആണ്. സോ ഇൻറ്റർസ്റ്റിഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ദാറ്റ് ഈസ് ഷോൺ ബിറ്റ്വീൻ പേജസ് ഓൺ എ വെബ്സൈറ്റ്. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ വെൻ വി ഗോ ഫ്രം വൺ വെബ്സൈറ്റ് ടു അനദർ, ഒരു വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ പേജുകളുടെ ഇടയിൽ വരുന്ന പരസ്യമാണ് ഇൻറ്റർസ്റ്റിഷ്യൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻറ്റർസ്റ്റിഷ്യൽ പേജ് ചിലപ്പോൾ തന്നെ ഓപ്പൺ ആവും, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവാം, ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആവും. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഫോർത്ത് വൺ ഇസ് യൂണികാസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ്. യൂണികാസ്റ്റ് ആഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂ ഫോം ഓഫ് ടെലിവിഷൻ ആഡ്സ് ഇൻ ദ ഇൻ്റർനെറ്റ് എൻവയൺമെൻറ്റ്. പുതിയ തരത്തിലുള്ള ടെലിവിഷൻ ആഡുകളാണ് ഏതിനെ ബേസ് ചെയ്തിട്ട്? ഇൻ്റർനെറ്റ് എൻവയൺമെൻറ്റിൽ ബേസ് ചെയ്തിട്ട്. യൂണികാസ്റ്റ് ആഡിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് നോക്കാം. സൗണ്ട്, പിക്ചർ, കളർ ആൻഡ് മൂവ്മെൻറ്റ് ആൻഡ് ആർ മോസ്റ്റ്ലി ആനിമേറ്റഡ്. മിക്കതും ആനിമേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ സൗണ്ടും പിക്ചറും കളറും അതിൻ്റെ മൂവ്മെൻറ്റ്സും ഒക്കെ നമുക്കതിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 10 to 30 seconds വരെയും ഉണ്ടായിരിക്കാം. ദീസ് റൺ ലൈക്ക് ടെലിവിഷൻ കമേഴ്ഷ്യൽസ് ഇൻ എ സെപ്പറേറ്റ് വിൻഡോ. ഇത് ടെലിവിഷൻ കമേഴ്ഷ്യൽസിൽ സെപ്പറേറ്റ് വിൻഡോയിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. 10 to 30 seconds വരെയാണ് ഇത് നിലനിൽക്കുക.
Okay, these advertisements have similar branding power as a TV commercial. However, a unicast ad offers something additional that TV advertisements cannot, that is the ability to click on the ad for more information. നമുക്ക് any particular പരസ്യത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ക്ലിക്ക് ചെയ്ത് സാധാരണ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. കാരണം യൂണിക് കാസ്റ്റ് നമുക്ക് അവർ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. 10 to 30 seconds അത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പോവും. അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസിലേക്ക് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകാനായിട്ട് സാധിക്കില്ല. However, unicast ad offers something additional that TV advertisements cannot. അപ്പോൾ നമുക്ക് ഈ TV അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ പറയുന്ന പരസ്യങ്ങൾ തന്നെ if it is used in ഇൻ്റർനെറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പരസ്യങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? അതുമൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ അതിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിനെ കുറിച്ചിട്ടോ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടി വിയിലൊക്കെ നിങ്ങൾക്കറിയാം, ബാക്ക് ഇൻ എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? നമ്മൾ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബാക്ക് ഇൻ 1 minute എന്നുള്ളത് അവർ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ 1 minute നമ്മൾ എത്ര പരസ്യങ്ങളാണ് നമ്മൾ കണ്ടു തീർക്കുന്നത്. അപ്പോൾ ഈ പരസ്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ പരസ്യത്തിൽ വരുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ടി വിമ്മ പോയിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു സ്ക്രീൻ ഓപ്പൺ ആവില്ല. ബട്ട് ഇഫ് it is advertised on the internet or on the online process എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്കറിയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് is pop-up advertisements. When a person visits a website containing a pop-up ad, a separate window pop-ups and the advertisement will be displayed in the window. പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു വിൻഡോ, പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ചെയ്ത് പരസ്യങ്ങൾ അതിൽ പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. that type of advertisements are known as pop-up advertisements. Next one, contextual advertisements. ആറാമത്തെ അതിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ വിത്ത് കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസിങ് ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്സ് അപ്പിയർ ബേസ്ഡ് ഓൺ ദ പേജസ് ആക്ച്വൽ കണ്ടൻറ്റ്. അപ്പോൾ ഒരു പരസ്യം വരുന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അഡ്വർടൈസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പേജിൻ്റെ ആക്ച്വൽ കണ്ടൻറ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് പരസ്യം വരുന്നത്. A contextual advertising system scans the text of a web page for keyword phrases. Then the system returns specific targeted advertisements based on the content people are viewing. എത്ര ആൾക്കാരാണ് ഈ കണ്ടൻറ്റ് പേജിനെ കുറിച്ചിട്ട് എത്ര പേര് വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേരത് കാണുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിലാണ് നമ്മൾ പരസ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് കോണ്ടെക്സ്ച്വൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് advertorials. An advertorial is a form of advertisement in a newspaper, magazine or a website which involves giving information about the product in the form of an article. ഇപ്പോൾ നമ്മളൊരു ന്യൂസ് പേപ്പറിലോ ഒരു മാഗസിനിലോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒരു ആർട്ടിക്കിൾ എന്നുള്ള രൂപത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അഡ്വർട്ടോറിയൽസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിളിൻ്റെ രൂപം ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കൊടുക്കാവുന്ന ഒരു രീതി ഒരു ആർട്ടിക്കിളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഇൻ്റർനെറ്റിൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അഡ്വർട്ടോറിയൽ എന്നു പറയണത്.
നെക്സ്റ്റ് വൺ നമുക്ക് ഏറ്റവും പോപ്പുലറായിട്ടുള്ള മാഗസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഈ ഓണത്തിന് ഒരു മാഗസിൻ കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, ഈ മാഗസിൻ എന്ന് പറഞ്ഞിട്ട്. ആ സംഭവത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ മാഗസിൻസ് അതല്ലാന്നുണ്ടെങ്കിൽ e-zines. The term e-zines stands for electronic magazine. അതിനെയാണ് നമ്മൾ e-zines എന്ന് പറയുന്നത്. It's similar to a magazine in the sense that one has to subscribe to e-zines to read them. അപ്പോൾ നമുക്ക് മാഗസിൻ വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്താലേ സാധിക്കുള്ളൂ. Like magazines, e-zines also cater to a group of special clients. E-zines also publish എന്തൊക്കെയാണ് ഓഡിയൻസിന് ഇലക്ട്രോണിക്കലി ആയിട്ട് കുറച്ചും കൂടിയും കാര്യങ്ങൾ, ദറ്റ് ഈസ് എക്കണോമിക്കലി ആൻഡ് ഇലക്ട്രോണിക്കലി പ്രിൻറ്റ് മീഡിയം യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ദറ്റ് ഈസ് മാഗസിൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. സോ അത് ഏതിലൂടെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക? ഇലക്ട്രോണിക് മാഗസിൻ ആണ്. ആൻഡ് ദെൻ ഇതിലെ e-zines ആർ അഡ്വർടൈസർ സപ്പോർട്ടഡ് ബട്ട് എ ഫ്യൂ ചാർജ് എ സബ്സ്ക്രിപ്ഷൻ. ഇതിലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ചാർജ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് e-zines വായിക്കാനായിട്ട്, ഇലക്ട്രോണിക് മാഗസിൻസ് വായിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദെൻ ഇസ് ന്യൂസ് ലെറ്ററും e-zinesന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് സാധനങ്ങൾ വിൽക്കുന്നത് ഏതിലൂടെ, ഓപ്ഷൻ സെയിലോ അല്ലെങ്കിൽ ബിഡ്, ഇതിലൂടെ നമ്മൾ സാധനങ്ങൾ ലേലത്തിൽ നമ്മൾ സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പാം ഇമെയിൽ ഈസ് ആൻ അൺസോളിസിറ്റഡ് ആൻഡ് അൺവാണ്ടഡ് ഇമെയിൽ സെൻഡ് ടു എവറി ഇമെയിൽ അഡ്രസ് ദറ്റ് എ ബിസിനസ് ക്യാൻ ഫൈൻഡ് എ പർച്ചേസ്. അപ്പോൾ സ്പാം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സ്പാം ഇമെയിൽ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് പീപ്പിളിനെ നമ്മൾ കണ്ടെത്തിയിട്ട് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇമെയിൽസ് നമ്മൾ കൊടുക്കണം, നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ അവർ ഉദ്ദേശം ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിളിനെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിളിനെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ദാറ്റ് ഈസ് ഒരു ഒരാളെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എല്ലാവരിലേക്കും എന്ത് ചെയ്യുന്നത്, ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ സ്പാം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ബൾക്കായിട്ടൊരു ജങ്ക് മെയിൽ വരുമ്പോഴാണ്. ഓക്കെ, നമുക്കൊരു തൗസൻഡ്സ് ഓഫ് ദ സെയിം മെസ്സേജ് ആയിട്ടുള്ള ഇമെയിൽസ് വരുമ്പോഴാണ് നമ്മൾ അതിന് ബൾക്കായിട്ടുള്ള ജങ്ക് മെയിൽ എന്ന് പറയുന്നത്, സ്പാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാർക്ക് അയക്കേണ്ട ഉദ്ദേശം, അല്ലെങ്കിൽ ഇത്രയും രാജ്യത്തുള്ള ആൾക്കാർക്ക് നമ്മൾ അയക്കേണ്ട ഉദ്ദേശം എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു പർച്ചേസ് എങ്കിലും നടന്നോട്ടെ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ടാർഗറ്റഡ് ഇമെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു സ്പാം ഇമെയിൽ ബിക്കോസ് ഇറ്റ് ഈസ് സെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ. സോ ഇതും നമ്മുടെ സ്പാം പോലെ തന്നെയാണ്, വിത്തൗട്ട് പെർമിഷൻ ആണ്. പക്ഷെ നമ്മൾ ഉദ്ദേശം ഡിഫറൻസ് വിത്ത് ടാർഗറ്റഡ് ഇമെയിൽ ഇസ് ദ ഇമെയിൽസ് ആർ സെൻറ്റ് ഓൺലി ടു പീപ്പിൾ ഹു മാച്ച് എ സർട്ടൻ ഡെമോഗ്രാഫിക്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡെമോഗ്രാഫിക്കായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാരിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അയക്കുന്ന ഒരു രീതി. ഇതും വിത്തൗട്ട് പെർമിഷൻ തന്നെയാണ്. സ്പാം പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ചില സ്പെസിഫിക്കേഷൻസ് ആയിട്ട് വിച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ മാച്ചിങ് എന്നുള്ളത് നോക്കിയിട്ട് അവർക്ക് മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് അവർ ടാർഗറ്റ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഓപ്റ്റ് ഇൻ ഇമെയിൽ എന്ന് പറയുന്നത് ഇസ് ഓൺലി ഗുഡ് ഫോം ഓഫ് ഇമെയിൽ അഡ്വർടൈസിങ്. വിത്ത് ദിസ് മെത്തേഡ് റെസിപ്പിയൻസ് ഹാവ് അഗ്രീഡ് ടു റിസീവ് ഇമെയിൽസ് ഫ്രം ദ ബിസിനസ്. അപ്പോൾ ഇതിലെന്താണെന്നുണ്ടെങ്കിൽ അവരയക്കുന്ന ഇമെയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതും ഇമെയിലിലൂടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം
ഒരു കൺഫർമേഷനായി ഇമെയിൽസ് വായിച്ചു, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് അതിലൂടെ കിട്ടി എന്നുള്ളൊരു കൺഫർമേഷനാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. അപ്പോൾ ഏത് ടൈപ്പ് വേണം, എങ്ങനെ വേണം, എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓൺലൈൻ അഡ്വർടൈസിങ്ങിലുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ്, അതേപോലെ തന്നെ അതിൻ്റെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗ്ലോബൽ ആക്സെപ്റ്റബിലിറ്റി, അത് ഞാൻ പറയാതെ തന്നെ അറിയാം നിങ്ങൾക്ക്, വേൾഡ് വൈഡ് നമ്മളിത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻ്റർനെറ്റ് എക്സ്പാൻസ് കമ്പനീസ് മാർക്കറ്റ് ടു ഇൻക്ലൂഡ് ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ. അപ്പോൾ ഇൻ്റർനെറ്റ് ഓൾറെഡി എന്താ പറയുക, മാർക്കറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ എക്സ്പാൻഷൻ, ഒരു ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല ടൂൾ എന്ന് ഇൻ്റർനെറ്റ് തന്നെയാണ്. റിച്ച് കണ്ടൻറ്റ്, ട്രഡീഷണൽ മീഡിയ ഓഫ് അഡ്വർടൈസിങ് such as television, radio, billboard and print message of advertisement is constrained. With the internet, the advertising message is no longer so constrained. നിങ്ങൾക്കറിയാം ടെലിവിഷൻ അഡ്വർടൈസിങ് ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അതിന് എക്സ്പെൻസസ് വരും എന്നുള്ളത്. ഇറ്റ്സ് വെരി വെരി കോസ്റ്റ്ലി. അതേപോലെ തന്നെ റേഡിയോ അത്യാവശ്യം മോശമില്ലാത്ത കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ ബിൽബോർഡ്സ് എന്ന് പറയുന്നത് വലിയ ബോർഡിൽ നമ്മൾ കൊടുക്കുന്ന പരസ്യം, ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പരസ്യങ്ങൾ, ദാറ്റ് ഈസ് നമ്മുടെ റോഡ് സൈഡുകളിൽ, ഇതിലൊക്കെ നമുക്ക് വയ്ക്കാവുന്ന വലിയ വലിയ ബിൽബോർഡുകൾ. ഇതിനൊക്കെ എത്രത്തോളം എക്സ്പെൻസസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ആ പർട്ടിക്കുലർ പ്ലേസ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബാനർ, അതല്ല എന്നുണ്ടെങ്കിൽ ആ ബിൽ ബോർഡിൽ നമ്മൾ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഡിജിറ്റൽ ഇൻ ദ സെൻസ് ഡിജിറ്റൽ പ്രിൻറ്റിങ്, ഓക്കെ, എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ബിൽ ബോർഡ് പരസ്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം കോസ്റ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റിച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെ മാക്സിമം ഇൻഫർമേഷൻ, ഒട്ടും തന്നെ കണ്ടൻറ്റ് കുറയാത്ത രീതിയിൽ നമുക്ക് ഏറ്റവും എക്കണോമിക്കലായിട്ട് ഇൻ്റർനെറ്റിലൂടെ നമുക്കത് പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. അഫോർഡബിലിറ്റി, ഞാൻ പറഞ്ഞ ട്രഡീഷണൽ മെത്തേഡിന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ വളരെ മിനിമം എമൗണ്ടിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ ഇസ് സ്പീഡ്. Internet advertising method is faster than any other traditional advertising media. Internet advertisements reach customers from worldwide in a much lesser time when compared to other advertising media. അപ്പോൾ ബാക്കിയുള്ള പരസ്യങ്ങൾ എത്തുന്നതിനേക്കാളും കമ്പ്യൂട്ടർ സ്പീഡായിട്ടുള്ളതുപോലെ തന്നെ ഇൻ്റർനെറ്റും വിൽ റീച്ച് ദ പബ്ലിക് വെരി സ്പീഡ്ലി. അപ്പോൾ അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ ജനങ്ങളിലേക്കും നമുക്ക് എത്താനായിട്ട് സാധിക്കും. ക്വിക്ക് അപ്ഡേറ്റിംഗ്, ഓൺലൈൻ ഇൻഫർമേഷൻ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം എത്രയും പെട്ടെന്ന്. നമ്മളിപ്പോൾ ഒരു ടി വിയിലൊരു പരസ്യം കൊടുത്തിട്ട് അതിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് വേഗം പരസ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള ഫെസിലിറ്റി ഈസിയർ ആയിട്ട് അവൈലബിൾ ആണ്. ആൻഡ് ദെൻ പ്രൊവൈഡ്സ് ബ്രാൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ. സർട്ടൻ ബ്രാൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ അഡ്വർടൈസിങ് തന്നെയാണ്. ബട്ട് ദിസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ട്രഡീഷണൽ ആഡ് ഡ്യൂ ടു ദ സ്പേസ് ലിമിറ്റേഷൻ. ട്രഡീഷണൽ പരസ്യത്തിൽ നമ്മൾ അതിൻ്റെ സെക്കൻഡ്സിനാണ് നമുക്കതിൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത്രയും റേറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമുക്കതിൽ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു പരസ്യം എടുത്തതിൻ്റെ അതിൻ്റെ എന്താ പറയുക, കാൽഭാഗം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3 to 4 സെക്കൻഡ്സിൻ്റെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കിയുള്ള പരസ്യത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്റേഴ്സിൽ പോയാലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. സോ ടെലിവിഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആഡാണ്. അത് മാത്രമല്ല സ്പേസ് ലിമിറ്റേഷൻസ് ഉണ്ട്, കോസ്റ്റിൻ്റെ ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ബ്രാൻഡിനെ കുറിച്ചിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ബേസ്ഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ഏറ്റവും എക്കണോമിക്കലായിട്ട് നമുക്ക് സാധിക്കുക ഏതിലാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിലാണ്, ഓൺലൈൻ അഡ്വർടൈസിങ്ങിലാണ്.
അതേപോലെ തന്നെ ഈസി കളക്ഷൻ ഓഫ് ഡാറ്റ. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് we can get informations or we can get how far it has been reached എന്നുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എത്ര പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റേറ്റിങ്ങോ എന്നുള്ള ഇൻഫർമേഷൻസോ ഒക്കെ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഡാറ്റ കളക്ഷനും എളുപ്പത്തിൽ നടക്കുമെന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇസ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി. Decisions regarding whether the information should be technically advanced or simple, whether the information should be textual, graphical, or video or auditory, and whether a product demonstration or detailed product description is used can all be made by the consumer rather than the advertiser. അപ്പോൾ ഇതിലെ നമുക്ക് ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത്? So if we want to know more about the product, or if you want to know more about the textual information, ഏത് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ the consumer can choose it. പ്രോഡക്റ്റ് കണ്ടാൽ മാത്രം പോരാ, അതിൻ്റെ ഗ്രാഫിക്കൽ ഇമേജ് മാത്രം കണ്ടാൽ പോരാ. സോ ഇഫ് യു വാണ്ട് ടു ഗോ ഡീപ്പർ അബൌട്ട് ദി പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 3D എഫക്റ്റ്, അതേപോലെ തന്നെ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്, how it is, how long it is, how short it is എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പം അങ്ങനെ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. സോ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയാലും വീഡിയോ ആയാലും ഓഡിയോ ആയാലും അതിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണം, എന്ത് വേണം എന്നുള്ളത് ആർക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും? ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ദ കൺസ്യൂമർ ക്യാൻ ചൂസ്. ആൻഡ് ദെൻ ബെറ്റർ കസ്റ്റമർ റിലേഷൻ. Besides consumers customizing the advertisement to their own needs, the internet's interactive capabilities can also enhance customer-company relations through the features such as always being open and available upon demand, reducing purchase uncertainty through online trials, demonstrations and providing. നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ട്രയൽസിന് സാധിക്കാത്തൊരു സംഭവമാണ്. വി കനോട്ട് ടച്ച് ദി പ്രോഡക്റ്റ്, വി കനോട്ട് പുട്ട് ഇൻ ദി പ്രോഡക്റ്റ്. സോ ഹൗ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അങ്ങനെ ഒരു കസ്റ്റമർ റിലേഷൻ ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മുടെ കസ്റ്റമറായി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്ത് ഒരു കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവരുടെ ടൈപ്പ് ഓഫ് ദറ്റ് ഈസ് അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ എന്നുള്ളത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസിലി ആൻഡ് വി ക്യാൻ പ്രൊവൈഡ് ദി ഇൻഫർമേഷൻസ് വെൻ ഇറ്റ് ഈസ് നെസസറി എന്നുള്ളത്. Okay, and then facilitate purchase decisions in a base ചെയ്തിട്ടാണ്. The internet can facilitate purchase decisions not only by providing detailed product and purchase details, but also by giving consumers the option of buying at that moment from their own homes. അപ്പോൾ പർച്ചേസ് ഡിസിഷൻ എടുക്കാനായിട്ട്, കാരണം പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഓഫീസിൽ വെച്ച് കണ്ടു, യാത്രയിൽ വെച്ച് കണ്ടു, നമ്മുടെ വീടുകളിൽ വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാനും എല്ലാവരായിട്ട് കൺസൾട്ട് ചെയ്യാനും ആൻഡ് വി ക്യാൻ മേക്ക് എ പർച്ചേസ്. അപ്പോൾ ആ ഒരു ഡിസിഷനും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കാണാനൊക്കെ സാധിക്കും. ട്രഡീഷണൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഇറ്റ് ഹാസ് ബീൻ ടെലികാസ്റ്റഡ് അപ്പോഴേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓൺലൈൻ അഡ്വർടൈസിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ടെക്സ്റ്റുവൽ ആണെങ്കിൽ ടെക്സ്റ്റുവൽ, ഗ്രാഫിക്കൽ ആണെങ്കിൽ ഗ്രാഫിക്കൽ, അല്ലെങ്കിൽ പ്രോഡക്റ്റിന് ഇമേജസ് ആണെങ്കിൽ ഇമേജസ്, ഇഫ് യു വാണ്ട് ടു ഗോ ഡീപ്പർ ഇൻ ടു ദി ഇൻഫർമേഷൻ അതും നമുക്ക് സാധ്യമാവും. ഓക്കെ, ആൻഡ് ദെൻ ഇസ് വീക്ക്നെസ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഓൺലൈൻ അഡ്വർടൈസിങ്ങിൻ്റെ നമുക്ക് ബെനിഫിറ്റ്സ് ആണ്. ഇനി വരുന്നത് വീക്ക്നെസ്സസ് ആണ്. നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രഡീഷണൽ അഡ്വർടൈസിങ്. ട്രഡീഷണൽ അഡ്വർടൈസിങ് ആയിട്ടുള്ള റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ പോലെയുള്ള അഡ്വർടൈസ്മെൻറ്റിന് ഒരിക്കലും ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അൺസോളിസിറ്റഡ് ഇൻ നേച്ചർ, that is unsolicited nature of internet advertising is another major drawback of internet advertising. It is pushing a message.
ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ. ആരാണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറയുന്നത്? എ പേഴ്സൺ ഹു ഈസ് വെരി ഷുവർ ദാറ്റ് ഹി വിൽ പർച്ചേസ് എ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അവരിനെയാണ് വി സേ ആസ് പൊട്ടൻഷ്യൽ കൺസ്യൂമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമർ. So അവർക്ക് pushing a message to a potential customer when it has not been requested by him, and when the consumer is in the midst of some other work on the net, will fail as a major revenue source for most internet sites. അപ്പോൾ ഇതിൽ this is particularly true എന്ന് പറയാൻ കാരണം, when the customer knows that the sponsor of the advertisement has paid to have this information which was not verified by anyone. നമ്മൾ ഓൾറെഡി പേ ചെയ്യുന്ന ഒരു രീതിയാണിതിൽ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കസ്റ്റമർ, ദാറ്റ് ഈസ് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറയുന്ന വ്യക്തി ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതാണ് നമുക്ക് ഈ അൺസോളിസിറ്റഡ് നേച്ചർ എന്ന് പറയുന്നത്. ആ വ്യക്തി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പരസ്യം കൊടുക്കണതിൽ എന്താണ് അർത്ഥം? അപ്പോൾ അങ്ങനത്തെയും കാര്യങ്ങൾ ഏതിൽ സംഭവിക്കാം? ഓൺലൈൻ അഡ്വർടൈസിങ്ങിൽ സംഭവിക്കാം. പിന്നെ മിസ്ഡിറക്ഷൻ means sending customers to web locations others than the ones which they are searching. അപ്പോൾ ഇതിലെന്താണ്, നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളല്ല, ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കാത്ത കാര്യങ്ങളിലേക്കും നമ്മൾ മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോയേക്കാം. Emergence of contextual mobile advertisements. If a person communicates with his friends or relatives through mobile phones, advertisers capture all knowing information relating to his taste, requirements, and according to the instant advertisements are delivered in their mobile phones. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി, നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, ഇതൊന്നും ഒരിക്കലും ഒന്നത്തിനും ഒരു പ്രൈവസി ഇല്ല. സോ ഇറ്റ് ഹാസ് ബീൻ ടാപ്ഡ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ ഇൻഫർമേഷൻസ് എടുത്തേക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കാം. പിന്നെ വരുന്നത് ക്ലട്ടേർഡ് അപ്പിയറൻസ് ആണ്. ക്ലട്ടേർഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ് ഇസ് ഓഫൻ ക്ലട്ടേർഡ് അപ്പിയറൻസ് ദാറ്റ് ഇസ് ഡിസോർഗനൈസ്ഡ് and difficult to read, as well as presenting too much information at one time. സോ നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് ഓൺലൈൻ അഡ്വർടൈസിങ്ങിലൂടെ ചെയ്യാമെന്ന് പറയാറുണ്ട്. ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ്സിൽ നമുക്ക് സ്പേസ് ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിൽ കൊടുക്കുള്ളൂ. സോ ഇതിൽ എക്കണോമിക്കൽ ആയതുകൊണ്ട് നമ്മൾ വാരി വലിച്ച എല്ലാ ഇൻഫർമേഷനും നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യും. സോ വാട്ട് ഈസ് എ ഡ്രോബാക്ക് ഇസ്, നമ്മൾ ചോദിക്കാത്തത് പോലും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ടൂ മച്ച് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ആർക്കും അത് കേട്ടിരിക്കാനായിട്ട് അത്ര ക്ഷമയുണ്ടാവില്ല, കണ്ടിരിക്കാനായിട്ട് ക്ഷമയുണ്ടാവില്ല. ചിലപ്പോൾ അവർ കാണാൻ വിചാരിച്ചത് പോലും ടേൺ ഓഫ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ക്ലട്ടേർഡ് അപ്പിയറൻസ്. ഒരു ഓർഗനൈസ്ഡ് അല്ലാത്തൊരു രീതിയിൽ തോന്നിയ പോലെ കൊടുക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച വിജയം നമുക്ക് കിട്ടില്ല. Not suitable for all products and services. ഈ ഓൺലൈൻ പരസ്യങ്ങൾ എന്ന് പറയുന്നത്, ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റിനും എല്ലാ സർവീസസിനും ഒരുപോലെ സൂട്ടബിൾ ആവില്ല. അതിൻ്റേതായ ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ഏത് കാര്യങ്ങളാണോ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണോ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്നത്, ആ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് നമുക്കതിൽ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്തത് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. And then less dependable. One of the biggest problems with internet advertising is that because of the large number of spam and unsolicited emails that are sent out, visitors can have the difficulty to distinguish between good and bad. So whether it is coming from good source or whether it is coming from bad source, what is the idea behind it എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്പാം മെയിൽസ് വരുന്നതാണ്. സോ അതേപോലെ തന്നെ മെയിൽസ് അൺസോളിസിറ്റഡ് സെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്നതാണ്. സോ വി ആർ നോട്ട് ഷ്യൂർ നമ്മൾ ആർക്കാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് പീപ്പിൾ ആർ നോട്ട് ഷുവർ. അത് കാരണം വരുന്ന മാറ്റങ്ങളുണ്ടായിരിക്കാം. സോ അത് കാരണം എല്ലാവരും ഇതിൽ ബിലീവ് ചെയ്യണമെന്നില്ല. ആഡ് ഓൺ ട്രഡീഷണൽ ലൈൻസ്. The internet has the potential to experiment new and innovative advertising strategies, but most advertisers are not exploiting this opportunity. Advertising is moving to the online environment. Advertisers എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ട്രഡീഷണൽ ഫോമെന്ന് പതുക്കെ അവർ
മൂവ് ചെയ്യുന്നുണ്ട്, ഏതിലേക്ക്, ഇൻ്റർനെറ്റിലേക്ക്, ഓൺലൈൻ എൻവയൺമെൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് ദി അഡ്വർടൈസേഴ്സ് ആർ സിംപ്ലി ഡിസ്പ്ലേയിങ് ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഓൺ ദി ന്യൂ പ്ലാറ്റ്ഫോം. സോ അവർ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ്, അതായത് നമ്മൾ ടി വിയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പരസ്യങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവർ പ്ലേ ചെയ്യുന്നത്. സോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ആവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ വേറെ എക്കണോമിക്കലായിട്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്കതിൽ കുറേ ഓപ്ഷൻസ് ഉള്ളതാണ്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാതെ വിച്ച് വി ആർ യൂസിങ് ഇൻ ദി ട്രഡീഷണൽ ആഡ്സ്, ദാറ്റ് ഓൺലി വി ആർ യൂസിങ് ഇറ്റ് ഇൻ ദി ഓൺലൈൻ അഡ്വർടൈസിങ് എൻവയൺമെൻറ്റിലും നമ്മളത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബ്ലോക്കിംഗ് ഓഫ് ആഡ്. People have now learned to block out the vast majority of the advertisements that they see. ഇപ്പോൾ ഓൺലൈനിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പരസ്യങ്ങളുടെ എണ്ണം കൂടി തുടങ്ങി. മറ്റേ നമ്മൾ ടി വിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുക ഇതിലാണ്, ഇൻ്റർനെറ്റിലാണ്, ബിക്കോസ് പരസ്യങ്ങൾ കുറവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിലും പരസ്യങ്ങൾ കൂടുതലായി തുടങ്ങി. പക്ഷേ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം ഇട്ട ആൾ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. കാരണം ഭൂരിപക്ഷം ആൾക്കാരും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പരസ്യങ്ങളും അവരിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ദെൻ ഇസ് മിസ്ട്രസ്റ്റ്. With so many scams and misinformation on the internet, companies and people increasingly mistrust internet content. നമുക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഇൻ്റർനെറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് തരം കണ്ടൻറ് ആണെന്നുണ്ടെങ്കിലും വി ആർ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മിസ്ട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ് എല്ലാവർക്കും. ഇത് വിശ്വസിക്കാമോ, ഇത് മേടിക്കാൻ പറ്റുമോ, ഇത് നല്ലതാണോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ. ഡിസേബിളിംഗ് ഫീച്ചേഴ്സ്. ഡ്യൂ ടു സെക്യൂരിറ്റി വീക്ക്നെസ്സസ് ഇൻ ഇൻ്റർനെറ്റ് സോഫ്റ്റ്വെയർ, particularly Microsoft Internet Explorer, many visitors are disabling scripting, ads-ons and other features that companies rely on for delivering advertisements. പല കമ്പനീസും പല ഇൻ്റർനെറ്റ് എക്സ്പ്ലോറേഴ്സും എന്ത് ചെയ്തു, ദാറ്റ് ഈസ് അവരെ ഈ പരസ്യങ്ങൾ ഡിസേബിൾ ചെയ്യുന്നൊരു സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാലും പരസ്യങ്ങൾ ഓൺലൈൻ പരസ്യം കൊടുക്കണം എന്ന് വിചാരിച്ച ആൾക്കാർക്ക് വിചാരിച്ച് ടാർഗറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എത്ര ബെനിഫിറ്റ്സ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ചില രീതിയിൽ അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആ വരുന്ന ഡിഫിക്കൽട്ടീസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 11 പോയിൻറ്റുകൾ എന്ന് പറഞ്ഞു. പരമാവധി ചിലപ്പോൾ മിസ് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോഴും മിസ് ട്രസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കാം. നമുക്കൊരു കാര്യത്തിലും വിശ്വാസത്തിലെടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ വരുന്ന പല ബുദ്ധിമുട്ടുകൾ ഇതിൽ സംഭവിച്ചേക്കാം. അതാണിതിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓൺലൈൻ അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സെർച്ച് എൻജിനെ കുറിച്ചുള്ള ഒരു അനാലിറ്റിക്സോട് കൂടിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.